Hello dear students, in this class we'll discuss about enzymes. According to your syllabus, you have to cover the characteristics of enzymes, their catalytic action and theory of enzyme catalysis, Michaelis-Menten theory and about coenzymes. So let's first see what enzymes are. What is the definition of an enzyme? Enzymes are typically defined as biological catalysts produced by all living organisms. നമുക്ക് ആദ്യം തൊട്ടേ അറിയാം, സ്കൂളിൽ തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Enzymes are biological catalysts which are produced by all living organisms. Chemically, they are organic molecules which speed up the rate of biochemical reactions. The organic molecules ആണ് അത് ബയോകെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിക് മോളിക്യൂൾസ്. ഇനി കെമിക്കലി ദേ ആർ 3-dimensional ഗ്ലോബുലാർ പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീനാണ് എൻസൈംസ് എല്ലാം തന്നെ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ദേ ആർ കളർലെസ് ക്രിസ്റ്റൽസ് സോലിബിൾ ഇൻ വാട്ടർ ആൻഡ് ഡൈല്യൂട്ട് സോൾട്ട് സൊല്യൂഷൻസ്. കളർലെസ് ആയിരിക്കും എൻസൈംസ് എല്ലാം തന്നെ, അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും, സോൾട്ട് സൊല്യൂഷൻസ് ഡൈല്യൂട്ട് സോൾട്ട് സൊല്യൂഷൻസിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മളൊരു എൻസൈമിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വി നെയിം ആൻ എൻസൈം ബൈ ആഡിങ് ദ സഫിക്സ് ഏസ് ടു ദ നെയിം ഓഫ് ദ സബ്സ്ട്രേറ്റ്. എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ്റെ അല്ലെങ്കിൽ എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്റ്റൻറ്റിൻ്റെ പേരിനോട് ഏസ് എന്ന് ചേർത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എൻസൈമിനെ പേര് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എസ്റ്ററേസ് എന്ന് പറഞ്ഞാൽ എസ്റ്റർ ആയിരിക്കും സബ്സ്ട്രേറ്റ്. ആ എസ്റ്റർ സബ്സ്ട്രേറ്റ് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുകയാണ് എസ്റ്ററേസ് ചെയ്യുന്നത്. ഇനി പ്രോട്ടീസ് ആണെങ്കിൽ പ്രോട്ടീൻസ് ആണ് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ബയോകെമിക്കൽ റിയാക്ഷനിലെ പ്രോട്ടീൻസ് ആണ് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. യൂറിയേസ് ആണെങ്കിൽ യൂറിയയുടെ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് യൂറിയേസ്. ഇനി ചില കേസിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ പേരിനോട് ചേർത്താണ് നമ്മൾ ഏസ് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻവേർട്ടേസ് അതിന് നമുക്ക് വേറൊരു പേര് സുക്രേസ് എന്ന് പറയാം. സുക്രേസ് എന്ന് പറഞ്ഞാൽ സുക്രോസിൻ്റെ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് സുക്രേസ്. അതിന് ഇൻവേർട്ടേസ് എന്ന് പറയുന്നത് സുക്രോസിനെ ഇൻവേർട്ട് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഇൻവേർട്ടേസ് എന്ന് പറയുന്നത്. സുക്രോസിനെ ഇൻവേർട്ട് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻവേർട്ടേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ചില എൻസൈംസിന് ഈ ഏസ് എന്നുള്ളൊരു സഫിക്സ് കാണില്ല, അവർക്ക് അവരുടേതായ പേരുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ പെപ്സിൻ, റെനിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അവരുടെ സ്വന്തം പേരിനോട് സ്പെസിഫിക് നെയിംസ് ആണ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ദ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു എൻസൈംസ്. ഇനി നമുക്ക് എൻസൈംസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. How are enzymes classified? Generally, enzymes are classified as intracellular and extracellular. Those which occur and function within the cell itself are called intracellular. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊഡക്ഷനും ആക്ഷനും നടക്കുകയാണെങ്കിൽ അതിനെ ഇൻട്രാസെല്ലുലാർ enzymes എന്ന് പറയും. Those which are secreted to catalyze reactions which occur at some other positions are called extracellular. ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യും വേറൊരു സ്ഥലത്ത് ആക്ട് ചെയ്യുന്ന എൻസൈംസിനെ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് എന്ന് പറയും. ദീസ് ഇൻട്രാസെല്ലുലാർ എൻസൈംസ് ആർ ഓൾസോ കോൾഡ് എൻഡോ എൻസൈംസ്. അപ്പോൾ എൻഡോ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാകുന്ന എൻസൈംസ് ആയ ATPase, DNA പോളിമറേസ് അങ്ങനെയുള്ള എൻസൈംസ് എല്ലാം തന്നെ ഇൻട്രാസെല്ലുലാർ എൻസൈംസ് ആണ്. എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ആയ പെപ്സിൻ, റെനിൻ, കൈമോട്രിപ്സിൻ ഇതെല്ലാം തന്നെ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്നത് അത് സിന്തസൈസ് ചെയ്യുന്നത് ഒരു സ്ഥലത്താണ്. അത്
ആക്ട് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. അങ്ങനെയുള്ള എൻസൈംസിനെ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് അല്ലെങ്കിൽ എക്സോ എൻസൈംസ് എന്ന് പറയും. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആൻഡ് ഓക്സിഡേറ്റീവ് എൻസൈംസ്. Those enzymes which catalyze hydrolysis of compounds are hydrolytic enzymes. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള കോമ്പൗണ്ടുകളെ ഹൈഡ്രോളൈസിസ് ചെയ്യുന്ന എൻസൈംസിനെ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എന്ന് പറയും. Those enzymes which catalyze oxidation reduction reactions are oxidative enzymes. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ. എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാസെല്ലുലാർ, അത് എക്സോ എൻസൈംസ് ആൻഡ് എൻഡോ എൻസൈംസും, ഹൈഡ്രോലിറ്റിക് ആൻഡ് ഓക്സിഡേറ്റീവ് എൻസൈംസ്. ഇതുകൂടാതെ പലതരം ക്ലാസിഫിക്കേഷൻസ് വേറെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്സിഡോ റിഡക്ടേസസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ എൻസൈംസ് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനെ ഓക്സിഡോ റിഡക്ടേസസ് എന്ന് പറയും. അതിൽ തന്നെ റിഡക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജനും അഡീഷൻ ഓഫ് ഹൈഡ്രജനാണ്. അതിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐദർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ അഡീഷൻ ഓഫ് ഓക്സിജൻ. ഇപ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ വഴി ഓക്സിഡേഷൻ നടത്തുന്ന എൻസൈംസിനെ നമ്മൾ ഡീഹൈഡ്രോജിനേസസ് എന്ന് പറയും. അതല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ വഴി ഓക്സിഡേഷൻ നടത്തുന്ന എൻസൈംസിനെ ഓക്സിഡേസസ് എന്ന് പറയും. അപ്പോൾ ഓക്സിഡോ റിഡക്ടേസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ ഡീഹൈഡ്രോജിനേസസും ഉണ്ട്, ഓക്സിഡേസസും ഉണ്ട്. ഡീഹൈഡ്രോജിനേസസും ഓക്സിഡേസസും രണ്ടും റിഡക്ഷൻ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ട്രാൻസ്ഫറേസസ്. അപ്പോൾ റിയാക്ഷൻ നടക്കുന്ന നേരത്ത് ചില ഗ്രൂപ്പിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. അതിനെ ട്രാൻസ്ഫറേസസ് എന്ന് പറയും. ഹൈഡ്രോളൈസസ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് ഹൈഡ്രോളൈസസ് എന്ന് പറയുന്നത്. ഇനി ലയേസസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസിനെയാണ് ലയേസസ് എന്ന് പറയും. ഐസോമറൈസസ് പേരിൽ നിന്ന് തന്നെ അറിയാം, ഐസോമറൈസേഷൻ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഐസോമറൈസസ്. ഇനി ലിഗേസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ദേ യൂസ് ATP ടു കമ്പൈൻ മോളിക്യൂൾസ്. അപ്പോൾ രണ്ട് മോളിക്യൂളിനെ കമ്പൈൻ ചെയ്യാൻ ATP യൂസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് ലിഗേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ റിയാക്ഷൻ ദാറ്റ് ദേ catalyze. Oxidoreductases, transferases, hydrolases, lyases, isomerases and ligases. ഇനി നമുക്ക് കെമിസ്ട്രി ഓഫ് എൻസൈംസ് കാണാം.